ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് നോ കോസ്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ക്രിസ്മസിനൊക്കെ ഉള്ള ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ വീട്ടിൽ തന്നെ എങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു ഐഡിയ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു ചെറിയ ബോക്സും അതുപോലെ തന്നെ ഈ ഒരു കാർഡ്ബോർഡ് റോളും ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കാർഡ്ബോർഡ് റോള് ഒന്ന് മെഷർ ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ കാർഡ്ബോർഡ് റോള് ഞാനിവിടെ 2 ഈക്വൽ പാർട്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളെടുത്തിട്ടുള്ളത് ഈ ഒരു കാർഡ്ബോർഡ് ബോക്സാണ്. അപ്പോൾ ബോക്സ് എടുക്കുമ്പോൾ നമ്മുടെ കാർഡ്ബോർഡ് റോളിനേക്കാളും ചെറുതായിട്ടുള്ള ഹൈറ്റിൽ വരുന്ന ഒരു ബോക്സ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇതൊരു കപ്പിൻ്റെ ബോക്സാണ്. അപ്പോൾ ഇതിൽ ഓൾറെഡി ഈ ഒരു ഹോൾ ഉണ്ട്. അപ്പോൾ നമുക്കൊരു ആർച്ച് ഫോമിലൊരു ഷേപ്പ് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സർക്കിളിൻ്റെ ഭാഗം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മളൊരു ആർച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ആ ഒരു എഡ്ജൊക്കെ ഒന്ന് സെക്യൂർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും ഒരു ഫിനിഷിംഗ് ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും മാസ്കിംഗ് ടാപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു ഓവറോൾ കാർഡ്ബോർഡ് ബോക്സും ഫുള്ളായിട്ട് തന്നെ കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ പെയിൻറ്റ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് പോർഷൻ ഒഴിച്ച് ബാക്കിയെല്ലാം കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കൊരു ഹൗസ് റൂഫാണ് സെറ്റ് ചെയ്തെടുക്കേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ 2 പീസ് ഓഫ് കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. ഇനി അത് ഈക്വൽ പാർട്ടായിട്ട് എടുക്കാനും കൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. അത് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം മാസ്കിംഗ് ടാപ്പ് വെച്ചിട്ട് ആ ഒരു ജോയിൻറ്റും കൂടെ ഒന്ന് കണക്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ റൂഫ് സെറ്റ് ചെയ്യുമ്പോൾ ക്രിയേറ്റായി വരുന്ന ഈ ഒരു ട്രയാങ്കിൾ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് 2 പീസ് ഓഫ് കാർഡ്ബോർഡും കൂടെ ഒന്ന് ഈ ഒരു മെഷർമെൻറ്റിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫോമിലാണ് നമ്മൾ മാസ്കിംഗ് ടൈപ്പ് യൂസ് ചെയ്തിട്ട് ജോയിൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻസൈഡിലും സെയിം പ്രോസസ്സ് തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ട്രയാങ്കിളും കൂടെ ഈ ഒരു മാസ്കിംഗ് ടാപ്പ് വെച്ചിട്ടാണ് റൂഫിലേക്ക് അറ്റാച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് സൈഡും അതുപോലെ തന്നെ ബാക്ക് സൈഡിലുള്ള ട്രയാങ്കിളും കൂടെ ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഹൗസ് പെയിൻറ്റ് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ ഒരു ഈവൻ ടോൺ കിട്ടാൻ വേണ്ടിയിട്ട് എവിടെയൊക്കെയാണോ നമുക്ക് ഈ ഒരു എഡ്ജ് സൈഡ് സെക്യൂർ ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കേണ്ടത് അവിടെയൊക്കെ നമ്മൾ ഈ ഒരു മാസ്കിംഗ് ടാപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്.
അപ്പോൾ ഈ ഒരു ടാപ്പ് വെച്ചിട്ട് നമ്മൾ കവർ ചെയ്യാനും അതുപോലെ തന്നെ ആ ഒരു റൂഫ് പോർഷൻ ജോയിൻ ചെയ്യാനും കൂടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ആ ഒരു ഗ്യാപ്പിലേക്ക് നമ്മുടെ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിക്കും കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. ഒന്നും കൂടെ ഒന്ന് സെക്യൂർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു എൻഡ് കോർണറൊക്കെ ഫെവിക്കോൾ വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നമ്മുടെ കാർഡ്ബോർഡ് റോളൊന്ന് ഫിനിഷ് ചെയ്തെടുക്കേണ്ട ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു റൂഫ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തിന്നായിട്ടുള്ള കാർഡ്ബോർഡാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നോട്ട്ബുക്കിൻ്റെ ഒക്കെ ചട്ടയൊക്കെ വരുന്ന ആ ഒരു കാർഡ്ബോർഡാണ്, തിന്നായിട്ടുള്ള കാർഡ്ബോർഡാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു കോൺ ഷേപ്പിൽ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഒന്ന് സ്റ്റിക്ക് ചെയ്തും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെടുത്തിട്ടുള്ള 2 കാർഡ്ബോർഡ് റോളിൻ്റെയും റൂഫ് പോർഷൻ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫെവിക്കോൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും അതൊന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ റബ്ബർ ബാൻഡ് വെച്ചിട്ടാണ് സെക്യൂർ ചെയ്തെടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് നമ്മൾ ഫസ്റ്റിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു വീട് പെയിൻറ്റ് ചെയ്തും കൂടെ എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ക്രിസ്മസ് തീമിൽ വരുന്ന ഒരു വീടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതൊരു ക്രിസ്മസ് ഗിഫ്റ്റായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റെഡ് പെയിൻറ്റാണ് നമ്മളിത് ഫുള്ളായിട്ട് തന്നെ കൊടുക്കുന്നത്. അപ്പോൾ റെഡ് പെയിൻറ്റ് വെച്ചിട്ട് ഈ ഒരു ഹൗസിൻ്റെ ബോഡി പാർട്ട് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് പീസ് നമ്മളിവിടെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കാർഡ്ബോർഡ് പീസിൻ്റെ ബോഡി പാർട്ടിലും സെയിം കളർ ഷെയ്ഡ് വെച്ചിട്ടാണ് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ റൂഫ് പോർഷൻ ഒഴിച്ച് ബാക്കി ഫുള്ളായിട്ട് തന്നെ സെയിം കളർ വെച്ചിട്ടൊന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ക്രാഫ്റ്റ് വർക്കിൽ സ്റ്റെപ്സ് ഒന്നും മിസ് ചെയ്യാണ്ട് കാണിക്കുന്നത്, ഫുൾ സ്റ്റെപ്പ് കാണിക്കുന്നത്, ഇതൊക്കെ ട്രൈ ചെയ്യുന്ന ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും കൂടെ ആ ഒരു ഒന്നും മിസ്സാവാതെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ക്രിസ്മസിന് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ഐഡിയാസൊക്കെ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫുൾ പെയിൻറ്റിങ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫുള്ളായിട്ട് ഡ്രൈ ആയതിന് ശേഷമാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളെ പെയിൻറ്റിംഗ് ഒക്കെ ഫുള്ളായിട്ട് തന്നെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ വിൻഡോയും അതുപോലെ തന്നെ ഡോറും ആണൊന്ന് സെറ്റ് ചെയ്തെടുക്കേണ്ടത്. അതിപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഫോം ഷീറ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റിക്ക് വെച്ചിട്ടൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്.
ഇതിപ്പോൾ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫൈനൽ സ്റ്റെപ്പ് വരുന്നത് നമ്മുടെ റൂഫ് സെറ്റിംഗ് ആണ്. അപ്പോൾ അതായത് പഴയൊരു വൈറ്റ് കളറിലുള്ളൊരു ഫ്രോക്കിൻ്റെ മേൽ പോർഷനാണ്, കുട്ടികളെ ഫ്രോക്കാണ്. അപ്പോൾ ആ ഒരു പോർഷൻ നല്ലൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അത് നമുക്ക് ഈ ഒരു റൂഫ് പോർഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രിസ്മസ് തീമിന് വേണ്ടിയിട്ടുള്ളത് കൊണ്ട് നമ്മൾ വൈറ്റ് വെച്ചിട്ടാണ് റൂഫ് പോർഷൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തതിന് ശേഷം പിന്നെ കോട്ടൺ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു എഡ്ജൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഫേവറേറ്റ് പാർട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു എഡ്ജ് കോട്ടൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ലൊരു സ്നോയുടെ ഒക്കെ എഫക്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ എഡ്ജ് ഫിനിഷ് ചെയ്തെടുക്കാനും ആ ഒരു കംപ്ലീറ്റ് ലുക്ക് വരാനും വേണ്ടിയിട്ടൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിത് കോട്ടൺ ബോൾസൊക്കെ ഇല്ലെങ്കിൽ തെർമോക്കോളൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതാ ഞാനിവിടെ എഡ്ജസൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഡോറിൻ്റെ സൈഡിലും കൂടെ ഒരു സ്നോ എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ കാർഡ്ബോർഡ് റോളിൻ്റെ റൂഫിലും കൂടെ സെയിം പ്രോസസ്സാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ഫുള്ളായിട്ട് കോട്ടൺ വെച്ചിട്ട് തന്നെയാണ് കവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ റൂഫ് സെറ്റിങ്ങും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനൊരു ബേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഒന്ന് ജോയിൻ ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കാർഡ്ബോർഡ് ഷീറ്റും കൂടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇതൊന്ന് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് വേണ്ട ഷേപ്പിലൊന്ന് കട്ട് ചെയ്തും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസ് നമ്മൾ ഗ്രീൻ കളർ വെച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തും കൂടെ എടുക്കുന്നുണ്ട്. ഇനി ഗ്രീൻ ലൈറ്റ് ഷെയ്ഡും കൂടെ യൂസ് ചെയ്തിട്ട് ഒരു നാച്ചുറൽ എഫക്റ്റും കൂടെ ചെയ്തെടുക്കുന്നുണ്ട്.
അപ്പോൾ ഇതാ പെയിൻറ്റിംഗ് ഒക്കെ ഫുള്ളായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു 3D ലുക്കൊക്കെ കൊടുക്കണമെങ്കിൽ വേറെ എന്തെങ്കിലും പീസൊക്കെ വെച്ചിട്ട് ഈ ഒരു ലാൻഡ്സ്കേപ്പ് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ സിമ്പിളായിട്ട് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ് ഈ ഒരു ഹൗസും കാര്യങ്ങളൊക്കെ ഈ ഒരു ബോർഡിലേക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഫെവിക്കോൾ വെച്ചിട്ടാണ് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഹൗസിൻ്റെ സൈഡിലായിട്ടാണ് നമ്മൾ ഈ 2 റോളും ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി ഒരു ബേസിലേക്ക് വേണമെങ്കിൽ നമുക്കൊരു ക്രിസ്മസ് ട്രീയും കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ അത് ആ ഒരു ലാൻഡ്സ്കേപ്പിൽ കുറച്ച് സ്നോയുടെ എഫക്റ്റൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെയും കൂടെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ നല്ലൊരു ക്രിസ്മസ് തീമിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു ക്രിസ്മസ് ഗിഫ്റ്റാണിത്. അപ്പോൾ ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.